السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണേ നബി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട്, നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ്. നരകത്തിലറിയും പേടികൊണ്ടാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാ മേഘനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ അല്ലാഹ്, നൂറുൽ ഹുദാ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ നിർവഹിച്ച സകല സൽക്കർമ്മങ്ങളും അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ ചൊല്ലാനിരിക്കുന്ന അമലുകളും എല്ലാം എല്ലാ പോരായ്മകളും പരിഹരിച്ച് എല്ലാ അംബിയാ ഔലിയാക്കന്മാരുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ മദദ് കൊണ്ട് നസ്ർ കൊണ്ട് നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടെ എല്ലാവരും മദീനയിലേക്കൊന്ന് ചൊല്ല്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا رسول الله.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഹബീബിന്റെ മദദ്, ഹബീബിന്റെ നസ്ർ, ഹബീബിന്റെ നവർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെ സദുദ്ദേശങ്ങളും ഈ മജ്ലിസിലിരിക്കുന്ന പങ്കെടുക്കുന്ന ഒരുപാട് വിഷമങ്ങളുമായി പ്രയാസങ്ങളുമായി മജ്ലിസിൽ വന്നിരിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റുള്ള അമലുകൾ കാരണം തീർത്ത് സന്തോഷം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നല്ല ഈമാനോടുകൂടെ, നല്ല അദബോടുകൂടെ, നല്ല അച്ചടക്കത്തോടുകൂടെ നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാതെ, എങ്ങനെ മനസ്സിൽ വെറുപ്പില്ലാതെ, കുശുമ്പില്ലാതെ, അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ നല്ല ക്ലിയറായ മനസ്സോടുകൂടെ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. മനുഷ്യരാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നത്. മനുഷ്യ സഹജമായി ശൈത്വാനിന്റെ കെണിവലകളിൽ പെട്ടുപോയി വല്ല തെറ്റുകളും നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പുറത്തു കൊടുത്തേക്ക്. ആരോടും ഒരു ബാധ്യതയും വേണ്ട, ആരോടും ഒരു ബാധ്യതയും വേണ്ട. നല്ല നിയ്യത്ത് വെച്ചോ. അല്ലാ അല്ലാ റബ്ബുനല്ലാ, ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഇതിൽ വന്ന് സങ്കടങ്ങൾ പറയുന്ന, എന്നെ വിളിച്ച് വിഷമങ്ങൾ പറഞ്ഞ, കരഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, 10-21 വയസ്സ് വരെ പൊന്നുമോനെ നോക്കിയിട്ട് മരണപ്പെട്ടു പോയി അപകടത്തിൽ, കരഞ്ഞുകൊണ്ട് അല്ലാ, വാക്കുകളില്ലാതെ വളരെ സങ്കടത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാക്ക് നീ സ്വബർ നൽകണേ അല്ലാ. ആ ഉമ്മാന്റെ പൊന്നുമോന് മരണപ്പെട്ട് ഖബറിലാണല്ലോ, ആ പൊന്നുമോന്റെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങളെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം തന്ന കുടുംബം, വളാഞ്ചേരിയിൽ നിന്ന് വന്ന കുടുംബം, ആ സഹോദരി മധുരം ഞങ്ങളെ സ്ഥാപനത്തിലുള്ള എല്ലാ മക്കൾക്കും അവരെ വക പായസം കൊടുത്തു റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഭർത്താവ് മരണപ്പെട്ട് 6 അടി മണ്ണിന്റെ അടിത്തട്ടിലാണ് റബ്ബേ. ആ സഹോദരിയുടെ ഭർത്താവിന്റെ ഖബറിലേക്ക് ആ മധുരത്തിന്റെ, ആ മധുരം നൽകിയതിന്റെ സവാബിനെ നീ കാണിക്കണേ അല്ലാ. ആ സഹോദരന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമങ്ങളെ കൊണ്ട്, സ്വർഗീയ അനുഭൂതികളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ചൊല്ല്, അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങള്, നൂറുൽ ഹുദാ കുടുംബങ്ങള് ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടു പോയവരടക്കം എല്ലാവരുടെ ഖബറിലേക്ക് നിയ്യത്താക്ക്. നിലമലുള്ള ഫാത്തിമ മോള് തിരുവിഴാങ്കുന്നത്തുള്ള അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ഉമ്മ ഉൾപ്പെടെ എല്ലാവരുടെ ഖബറിലേക്കും എല്ലാവരും നിയ്യത്താക്കിക്കേ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا
അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഞങ്ങളെ കബറാളികള് ഞങ്ങൾക്ക് മുത്തം തന്ന പലരും കബറിലാണല്ലാ, ഞങ്ങളെ സ്നേഹിച്ച പലരും കബറിലാണല്ലാ, ഞങ്ങളെ ലാളിച്ച പലരും കബറിലാണല്ലാ. അവരെ കബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാ. കബറുകള് വിശാലമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ബൈത്താണ് ചൊല്ലുന്നത്. നല്ല നിയ്യത്ത് വെച്ചോ, ബദരീങ്ങളെ വലിച്ചോളാൻ. ബദരീങ്ങളെ മഹത്വം പാടുമ്പോ നിങ്ങളത് പാടണേ എന്ന് പഠിപ്പിച്ചു തന്നത് ഹബീബായ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ, നല്ല തഖ്വയോടുകൂടെ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം, യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സൂര്യം മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ, മഹാന്മാരായ ബദരീങ്ങളെ കാവൽ നൽകണേ
അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഉമ്മയിലും ബാപ്പയിലും ഉപകാരമുള്ളൊരു മക്കളായി ബദരീങ്ങളെ ബറക്കത്തിനാൽ യമേ മാറ്റണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മുത്തു മുഅ്മിനീങ്ങളെ ഈമാനോടുകൂടെ നല്ല അതവോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ മഹാനായ ഗൗസുൽ ഞങ്ങളെ മുഹയ്യദ്ദീൻ മാല ചൊല്ലണം. മുഹയ്യദ്ദീൻ മാല ചൊല്ലണം. അല്ലാ മുഹയ്യദ്ദീൻ മാല മനസ്സറിഞ്ഞ് ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാ. എല്ലാവർക്കും അറിയുന്ന മാലയാണ്. അല്ലാ തിരുപേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർഗീളെയാണോവർ എല്ലാ കീഴ ഈലോ ഭംഗീളെ ആയോ എല്ലാ തീശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായോ ബാവയും ആണോവർ ബാവാമുദോ വീന് കുത്തുബായി വന്നോവർ ബാനം മാതേളിലോ കേളി നിറച്ചോവർ ഇരുന്നായിരോപ്പിൻയേൽ ആകാശം കണ്ടോവർ ഏറും മലക്കോത്തി രാജാളിയെന്നോവർ ബിൽ ഖുത്തുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിയ അല്ലാ. താരീഖ് 470 ചൊന്നേ നാൾ കൈലാനി എന്നുള്ള നാട്ടിൽ പിറന്നോവർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിയ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങളെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങൾ അകറ്റണേ അല്ലാ, ഒരു ആപത്ത് മുസീബത്തുകളിലും ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ലാ. കൈകളെല്ലാവരും ഉയർത്തിപ്പിടിച്ചേ. മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ. കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ. പേടി പേരുത്ത ഖബറകം പോകും നാൾ പേർപ്പറ്റ മുഹയ്യദ്ദീൻ കാവലിലെ ഗല്ലാ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി
സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് खोजा शफाती मुहय्यद्दीन तन कोडे കൂട്ട് സുബർഗത്തിൽ ആലം മൂടയോനെ ഹോജാ വേദാംബരെ മംഗലം കാണുവാൻ മംഗല വേലകൾ കാണുവാനേ ഗല്ല എന്നെയും എന്നോടെ ഉമ്മായും ബാവയും അറിവൈ പാടിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്ങൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല പിശയേറെ ചെയ്ത് നടന്നോരാടിയാന്റെ പിശയും പോറുത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയും പോറുക്കുന്ന നായനെ ഏറ്റം പോറുത്ത് കൃപ ചെയ്യ അല്ലാ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീറുന്ന വിഷമങ്ങള് ആരോടും പറയാതെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഞങ്ങളെ സങ്കടങ്ങള് പടച്ച റബ്ബേ നിനക്കറിയാമല്ലോ അല്ലാ. കൽബറിയുന്ന നാദാ, കൽബിലെ വിഷമങ്ങൾക്ക് ഈ മജ്ലിസ് ഒരു പരിഹാരമായി കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ സങ്കടങ്ങൾക്ക് ഈ മജ്ലിസ് ഒരു പരിഹാരമാക്കി തരണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മളെല്ലാവരും കൂടെ ചൊല്ലേണ്ടത് മഹാനായ പള്ളിപ്പടി ഉപ്പാപ്പാനെ തപസ്സിലാക്കിക്കൊണ്ടുള്ള ബൈത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സ്വല്ലല്ലാഹു ഗൗസുൽ ആലം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ, കാതിൽ സുഖമൊഴുകും പേരേ, കൽബിൽ കുളിർമ പൊൻപൂവേ, പള്ളി പടി വലി റളിയല്ലാഹ്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സ്വല്ലല്ലാഹു ഗൗസുൽ ആലം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ, ഫളലുകളുടയ മഹാനോരേ, പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ, നാടിൻ ഇസ്സത്തായവരേ, ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ, ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയേ, ദുനിയാവൻ നമരീചിക തൻ മായിക വിട്ട് നടന്നോരേ, സൂക്കിൻ ചെളി വെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ,
ഉള്ളാൾ തങ്ങളെപ്പോലൊരു വലിയ എൻ വലിയാം പള്ളിപ്പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്കാശ്വാസത്തിൻ തണല് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് അജബുകളെ മറഞ്ഞോരേ ഹംദുടയോനിലടുത്തോരേ ഖൈറിനായി സവിധം വരുവോരേ കാത്തിടണേ വലിയുള്ളാവേ മുല്ലമലർ ഹാരച്ചമയം പട്ടുവിരിച്ചൊരു പൊൻസുവനം കണ്ണിനു പൊൻകണിയാ സവിധം പള്ളിപ്പടി വലി റളിയല്ലാഹ് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ പടച്ച റബ്ബേ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഇലാഹില്ല എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങളെ മനസ്സിലുണ്ടല്ലാ നിന്നോടല്ലാതെ ഞങ്ങൾ വേറെ ഒരാളോടും റബ്ബാണെന്ന നിലക്ക് സഹായം ചോദിക്കാറില്ല അല്ലാ നിന്റെ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഗൗസുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് പള്ളിപ്പടി ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സഹായങ്ങൾ നൽകണേ അല്ലാ നിന്റെ ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാ ഇനി ചൊല്ലേണ്ടത് ഉമ്മമാരെ എല്ലാവരും കൂടെ മഹാനായ മടവൂർ CM വലിയുള്ളാന്റെ മടവൂരോരുടെ തവസ്സിലാക്കിക്കൊണ്ടുള്ള ബൈത്താണ് നല്ല നീയത്ത് വെച്ച് ചൊല്ലണേ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഏത് രീതിയിലാ ചൊല്ലുന്നത് താലോലം 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 കുഞ്ഞേ താരാട്ട് കേട്ട് നീ ഉറങ്ങണം മോനെ ആറ്റലായ പൈതലേ ആരംഭ പൊന്നാമ്പലേ ആശയേറും മാമ്പലേ അല്ല തന്ന പൈതലേ വരികളൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും രീതി ഇങ്ങനെ തന്നെയാണ് അല്ലാഹു നമുക്ക് കബൂലാക്കട്ടെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാ لنا رب سواه إنه البر العلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحاب والولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد
മുഹമ്മദു റസൂലുള്ളാഹ് കം മരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കുല്ല ഇഫ്രീത്തിൻ വശൈത്വാനിൻ വജിന്നിൻ മാരിദി അദ്ഹിബൻ വനജ്ജിനാ യാ കുതുബനാ മദവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, നല്ല ഈമാനോടുകൂടെ, നല്ല അദബോടുകൂടെ, നല്ല അച്ചടക്കത്തോടുകൂടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ മഹാന്മാരെ പുകഴ്ത്തിയാൽ വദിക്റു സ്വാലിഹീന കഫാറ ശഫീഉനാ റസൂലുള്ളാഹി, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അല്ലാഹ് നിന്നെ പൊരുത്തപ്പെട്ട് നിന്റെ റൂട്ടിലൂടെ നിന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരാണ്. അവരെ മഹത്വമാണ് ഞങ്ങൾ പാടുന്നത്, പറയുന്നത്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെല്ലാവരും കൂടെ നല്ല അദബോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര തവണയാണ്? എത്ര തവണ ചൊല്ലുക? 33 തവണ. 33 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മീസാനിലെ ഏറ്റവും ഭാരം തൂങ്ങുന്ന അമല്, ഏറ്റവും ഭാരം തൂങ്ങുന്ന അമലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളി. അതുപോലെ നമ്മളെ ഖബറാളികളിലേക്കൊക്കെ നിയ്യത്താക്കിക്കോളി. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇലാഹി അന്ത മഖ്സൂദി
വരിളാക മത്ലൂബി ഇലാഹി അംത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അംത മഖ്സൂദി ورضاك مطلوبي اللهم اقضِ حاجاتنا يا قاضي الحاجات اللهم ادفع مصيباتنا يا دافع المصيبات اللهم اشف امراضنا يا شافع الامراض അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെല്ലാവരും കൂടെ ചൊല്ലേണ്ടത് നല്ല നിയ്യത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 33 തവണ എല്ലാവരും നിയ്യത്താക്കിക്കോളി. ബാപ്പനോട്, ഉമ്മനോട്, മുതിർന്നവരോട്, ഉസ്താദുമാരോട്, അങ്ങനെ ആരൊക്കെ പരിഗണിക്കേണ്ടതുണ്ടോ ആ പരിഗണിക്കേണ്ട ആളുകളോടൊക്കെ നമ്മൾ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് അള്ളാഹു പുറത്തു തരണം. പുറത്തു തരണം പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഉറപ്പ് മനസ്സുകൊണ്ട് എടുക്കണം. എന്ത്? നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ഏതവസ്ഥ വന്നു കഴിഞ്ഞാലും ദേഷ്യം പിടിക്കാണ്ടിരിക്കും അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആദ്യം എന്നോട് അത് പറയുന്നത്, പിന്നെ രണ്ടാമത് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടതുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സബർ, നല്ല ക്ഷമ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഇനി ഞങ്ങൾ ചെയ്യൂല അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. പടച്ച റബ്ബിന് നിരക്കാത്ത ഒരു പ്രവർത്തനം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പാവങ്ങളെയും വിഷമിപ്പിക്കുന്ന, ഒരു പാവങ്ങളെയും സങ്കടപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരാളെ മേത്തേക്ക് കയറുന്നത് അത് വലിയ ആണത്തരമൊന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കേണ്ട ആരും. നാലാള് കാണാൻ വേണ്ടിയിട്ട് സാധുക്കളായ ആളുകളുടെ വില കളയുന്ന, അവരുടെ മേൽ കുതിര കയറുന്ന സ്വഭാവം നമുക്ക് ആർക്കും വേണ്ട. നമ്മുടെ അടുത്ത് ജോലി എടുക്കുന്നവരാകട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നവരാകട്ടെ, നമ്മളെ കീഴിലുള്ള ഒരാളെയും ആ നിലക്ക് നമ്മൾ ഇടങ്ങേറാക്കാൻ പാടില്ല. അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്. അവരുടെ ഒരൊറ്റ ദുആ മതി. നമ്മൾ ഇടങ്ങാറാക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞുള്ള ഒരൊറ്റ ദുആ മതി നമ്മൾ ഇടങ്ങാറായി പോകാൻ. ഈ ദുനിയാവിൽ ഇടങ്ങാറാണെങ്കിൽ കുഴപ്പമില്ല. നാളെ പരലോകത്തെങ്ങാനും അള്ളാഹു താല അത് നീട്ടിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. പരലോകത്തിലും അള്ളാഹുവിലും ഹിസാബിലും സിറാത്തിലും ഒക്കെ വിശ്വാസമുള്ളവരാണല്ലോ ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മളൊക്കെ നല്ല ബോധം വെളിവോടുകൂടെ തന്നെ ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങളെല്ലാവരും കൂടെ ഒരു 33 സ്വലാത്തുൻ നൂർ മുത്ത് റസൂലുള്ളാഹിക്ക് ഒരു 33 സ്വലാത്തുൻ നൂർ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. اللهم صل على النور واهله. 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 الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الله സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ന് പിന്നെ നമ്മളെ ഖുർആൻ ക്ലാസ്സേ ഇന്നിപ്പോ ലൈവായിട്ട് അങ്ങോട്ട് കൊടുത്താലോ? ഇന്ന് ഒരു ദിവസം ബോർഡീകരിച്ചിട്ട് തന്നെ ചെയ്തൂടെ? അക്ഷരങ്ങളും കാര്യങ്ങളും ക്ലിയർ ആക്കണം. ഇൻഷാ അല്ലാ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ ലൈവില് തന്നെ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ ഖുർആൻ ക്ലാസ് എല്ലാവരും കമന്റിൽ നോക്കി അറിയിച്ചാൽ ഖുർആൻ ക്ലാസ്സിൽ താല്പര്യ ആളുകളൊക്കെ ഒന്ന് ഒക്കെ അറിയിച്ചാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഓരോ അക്ഷരങ്ങളും അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ എഴുതണം, അല്ലേ? അതൊക്കെ ഉസ്താദ് പറയും എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നല്ല നല്ല നിലക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ മജ്ലിസിൽ ഏകദേശം 80 ആളുകളുടെ മേലുണ്ട് തോന്നുന്നു, അല്ലേ? ഖുർആൻ ക്ലാസ് 96 ആളുണ്ട്. മാഷാ അല്ലാ 96 ആളുണ്ട്. ഇൻഷാ അല്ലാ അള്ളാഹു വലിയ ഖൈർ നൽകട്ടെ. നമുക്ക് വേണ്ടിയിട്ടാണ് വലിയ തിരക്കുള്ള നമ്മളെ മാതിരി നമുക്കും തിരക്കുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മുടെ തിരക്കിന്റെ അപ്പുറത്തെ തിരക്കുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് അയ്യൂബ് ഉസ്താദ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നോളജ് സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുന്ന വലിയ പണ്ഡിതനാണ്. അപ്പൊ നമുക്ക് അവരുടെ സമയം കിട്ടാന്ന് പറയുന്നത് വലിയൊരു കിട്ടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 ദിവസമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്നത്. 2 ദിവസം, പിന്നെ 2 ദിവസം കൊല്ലത്തില്, അങ്ങനെ കൊല്ലം
പിന്നെ കോഴിക്കോട്, അങ്ങനെ ഒരാഴ്ചയിൽ ദിവസങ്ങൾ ഇങ്ങനെ ഭാഗിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. എന്തെങ്കിലും പരിപാടിക്ക് പോവുക, നേരെ വന്നാൽ മതി. സൈൻ അങ്ങനെയല്ല, 2 ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വേറെ സ്ഥലത്ത് പോയി നിൽക്കണം. അങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രവർത്തനത്തിനും വലിയ ബറക്കത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. മനുഷ്യനാക്കാനുള്ള യഥാർത്ഥ ഒരു മനുഷ്യനാക്കി എടുക്കുന്ന ദൗത്യമാണ് അവരൊക്കെ ചെയ്യുന്നത്. അവരുടെ പ്രഭാഷണങ്ങളിലൂടെ, അവരുടെ ഇടപെടലിലൂടെ ഒരു മനുഷ്യന് വേണ്ട മൂല്യങ്ങൾ എന്താണ്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞ ആരാണ്? യഥാർത്ഥ മനുഷ്യനാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വലിയ പാഠമാണ് സൈനെ പോലുള്ള ആളുകൾ. അവരുടെ ക്ലാസ്സുകൾ നമുക്ക് നല്ല നിലക്ക് ഉപകാരപ്പെടും. അതിന് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് നൂറുൽ ഹുദ കുടുംബങ്ങളെ നമ്മൾ ഒരു അറിവിന്റെ പാതയിലേക്ക്, മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഉസ്താദിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ വിഷമങ്ങളുണ്ട്. നമ്മുടെ വിഷമങ്ങൾ മാറാനാണ് അള്ളാനെ ഇവിടെ വന്നുകൊണ്ട് വിളിക്കുന്നത്, അല്ലേ? അള്ളാനെ വിളിക്കുന്നത് നമ്മുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്ക്, നിങ്ങൾ എന്നെ ഓർക്ക്, ഞാൻ നിങ്ങളെയും ഓർക്കാം. ഫദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ ധാരാളം എന്നെ ഓർക്ക്. അങ്ങനെ നിങ്ങൾ എന്നെ ഓർത്താ നിങ്ങൾ വിജയികളിൽ പെടും. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ ഓർക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സിനിമാ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട ഒന്നും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. ആരെ കുറ്റം പറയുന്നില്ല, അല്ലേ? നമ്മൾ അള്ളാഹിന്റെ മഹത്വം പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ എന്നെ കേൾക്കുകയാണ്. ഓരോ വീടുകളിൽ അള്ളാഹിന്റെ പേരുകൾ കേൾക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. അള്ളാഹു നല്ലൊരു മനസ്സ് അള്ളാഹു നൽകട്ടെ. ഈ വെറുതെ വന്നിരുന്ന് കേട്ടു പോകുന്നതിന് പകരം അള്ളാഹു എനിക്ക് നല്ലൊരു മനസ്സുകൊണ്ട്. ഇന്ന് എത്ര ആളുകളെ വേദനിപ്പിച്ചു. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ നാവ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് എത്ര ആളുകളെ നമ്മളിന്ന് വേദനിപ്പിച്ചിട്ടുണ്ട്. എത്ര ആളുകളെ ഒരു കാരണമില്ലാതെ വെറുതെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിനാകാൻ വേണ്ടിയിട്ട് എത്ര ആളുകളെ വില നമ്മള് തട്ടിക്കളിച്ചു. പന്ത് കെട്ടണ പോലെ. അതൊന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നല്ലൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ട് നിയത്താക്കിക്കോളി നിങ്ങൾ ഓരോരുത്തരും. അൽഹംദുലില്ലാ, അന്ന് എൻ്റെ അമ്മാവന്റെ മോളുടെ വീട് ഹൗസ് വാമിങ്ങിന് ഞാൻ പോയിരുന്നു. വീട് കുടിയിരിക്കുക എന്ന് ഞങ്ങളവിടെ പറയാ. അപ്പൊ ഞാൻ ചെന്നപ്പോ നമ്മൾ ലൈവ് കാണുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട്. ലൈവ് കാണുന്ന കുറേ ആളുകളുണ്ട്. എന്നെ കണ്ടു, പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചു. ഞാൻ ചെന്നപ്പോ കാത്തു നിൽക്കാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈർ ആ നാട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഹുസ്നന്റെ കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്ക് മാറണം നിയ്യത്ത് വെച്ചോളൂ. അള്ളാഹു ആണ് രോഗം തരുന്നവൻ, മാറ്റുന്നവൻ ഒക്കെ അള്ളാഹ്. അപ്പൊ അള്ളാഹിനോട് നമുക്ക് പറയാം. മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹ് പരിഗണിക്കും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل
വക്കീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹയ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റശീദു യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الحمد لله الحمد لله ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ലാഹ് ഞങ്ങൾക്കുള്ള രോഗങ്ങൾ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ഈ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലി അസ്മാഉൽ ഹുസനന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം എടുത്തു കളഞ്ഞ് ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയിട്ടാ ചൊല്ലുന്നത്? എല്ലാ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا
الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാവരും ചൊല്ലിക്കേ യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇനി ചൊല്ലുന്നത് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. കുടുംബങ്ങൾ നേരാവാനാണ്. ഒരു കുടുംബത്തിൽ നല്ല സമാധാനം വേണം. അതിനെന്ത് വേണം? അവിടുത്തെ ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് നല്ല ബോധവും വെളിവും വേണം. ഇതെന്റെ കുടുംബമാണ്, ഇതെന്റെ മക്കളാണ്. മക്കൾക്കിടയിൽ വിവേചനം പാടില്ല. ഒരു മോന് നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ട്, നല്ലതുപോലെ കൊണ്ടുവന്ന് കയ്യിൽ തന്നാൽ അവനോട് പ്രത്യേക ഒരു സ്നേഹം. ശമ്പളവും ജോലിയൊന്നുമില്ലാത്ത മോനോട് ഒരു പ്രത്യേക വൈരാഗ്യം. അങ്ങനെയൊക്കെ ആകുമ്പോ കുടുംബമാകെ താറുമാറാകും. അതുകൊണ്ട് ഉപ്പ നല്ല നല്ല ബോധത്തോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെ പ്രിയമുള്ള ഉമ്മ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പെരുമാറണം. കുടുംബം നല്ല സ്നേഹത്തില് നല്ല സന്തോഷത്തിൽ കൊണ്ടുപോകണം. അല്ലാഹുവേ പടച്ചറപ്പേ നല്ല ഐക്യമുള്ള സ്നേഹമുള്ള ഒത്തൊരുമയുള്ള സമാധാനമുള്ള കുടുംബമാക്കി ഞങ്ങളെ കുടുംബങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ചൊല്ലിക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله
يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله മുഅ്മിനീങ്ങളെ മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും കൂടെ നാലാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നല്ല സ്നേഹം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളെ പരസ്പരം തമ്മിൽ തെറ്റിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അർറഹിമു കുടുംബബന്ധമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തഖൂലു സദാസമയം കുടുംബബന്ധം പറഞ്ഞുകൊണ്ടിരിക്കും. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നെ ചേർത്തവനെ അല്ലാഹ് ചേർക്കട്ടെ, എന്നെ മുറിച്ചവനെ അല്ലാഹ് മുറിക്കട്ടെ. എന്നെ ചേർത്തവനെ അല്ലാഹ് ചേർക്കട്ടെ, എന്നെ മുറിച്ചവനെ അല്ലാഹ് മുറിക്കട്ടെ. അപ്പൊ അള്ളാന്റെ അടുക്കൽ ഒരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. അള്ളാന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ മഹത്വം മനസ്സിലാക്കണം. ഒരു മഹത്വം എന്നുള്ള നിലക്ക് പറയണത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അള്ളാന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുടുംബം. ആ കുടുംബത്തെ തെറ്റിക്കുന്ന, പരസ്പരം മിണ്ടാണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒന്നും ഒരു സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നാലാമത്തെ അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലുന്നത്. നമ്മളെ ജോലികളിലൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട്. ആരെയും പറ്റിച്ചുണ്ടാക്കുന്ന പണം, അതുപോലെ അർഹതല്ലാതെ പാവങ്ങളുടെ, അതല്ലെങ്കിൽ ഒരാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം പിടുങ്ങിയെടുക്കുന്ന സ്വഭാവം, കട്ടെടുക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന സ്വഭാവം, അതിലൂടെ നേടുന്ന പണം ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പണം അധ്വാനിച്ചുണ്ടാക്കണം. അള്ളാഹു അതിലാണ് വലിയ ബർക്കത്ത് തന്നിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൈറായ ജോലി കിട്ടണമെന്ന് നിയ്യത്ത് വെച്ചോ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്
يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الحمد لله الحمد لله الحمد لله ثم الحمد لله. മുഅ്മിനീങ്ങളെ ഇനി ചൊല്ലേണ്ടത് അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാവരും നിയ്യത്താക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله
يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله ഇന്ന് ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവരുടെ ആണ്ട് നടക്കുന്ന മാസാണ് ഈ മാസം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തലേ ദിവസം ഞങ്ങള് അവിടെ മഹലിന്റെ കീഴിൽ ഞങ്ങൾ അവിടെ മീറ്റിംഗ് കൂടിയതാണ്. നബിദിനമായി ബന്ധപ്പെട്ട് സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് കൂടിയ പിറ്റേ ദിവസം രാവിലെ മരണപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മരണപ്പെട്ടു എന്നുള്ളതാണ് കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അല്ലാഹു ആ മോന്റെ ആണ്ടാണ് ഇന്നലത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, ഖബർ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ. ഉമ്മക്കും ബാപ്പക്കും ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു വലിയ സബ്ർ നൽകി, അല്ലാഹു വലിയ സബ്ർ നൽകി അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളെല്ലാവരും കൂടെ നല്ല അദബിൽ നല്ല തഖ്വയിൽ അവസാനത്തെ 5-ാമത്തെ അസ്മാഉൽ ഹുസ്നയുടെ കൂടെ ചൊല്ലണം. 5-ാമത്തെ അസ്മാഉൽ ഹുസ്ന എല്ലാവരും നിയത്താക്കിക്കോളൂ. ഈമാൻ സലാമത്താകുക എന്ന് പറഞ്ഞാൽ എന്താ ഈമാൻ സലാമത്തായാലേ നമുക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയൂല. ഒരു തെറ്റിനും നമുക്ക് കഴിയൂല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യന്മാരായി ജീവിക്കും. നല്ല മനസ്സോടുകൂടെയുള്ള നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ലോകകപ്പ് ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മക്കള് 10, 11, 12 വയസ്സായ മക്കളൊക്കെ അങ്ങാടിയിലേക്ക് കളി കാണാൻ വിട്ടിട്ട് ഒരു ശ്രദ്ധ ഇല്ലാതെ എപ്പോഴാണ് വീട്ടിലേക്ക് കയറി വരുന്നത്, എവിടെയാണ് അവർ പോകുന്നത്, ഇതൊന്നും നോക്കാതെ രക്ഷിതാക്കള് അശ്രദ്ധരായി ഇരിക്കാൻ പാടില്ല. അല്ലാഹു എല്ലാവർക്കും നല്ല ബോധം തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ لا إله إلا هو يا الله
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അളീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശകൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയ്യു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹയ്യി യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. എല്ലാവരും നിയ്യത്താക്കിക്കോ. മുഅ്മിനീങ്ങളെ, നല്ല തഖ്വയോടുകൂടെ നല്ല അദബോടുകൂടെ 3 നാരിയത്ത് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا
سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാകും. കഴിയുന്നത്ര ആളുകളൊക്കെ പങ്കെടുക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അക്ഷരങ്ങൾ നമ്മളെ കുട്ടികളൊക്കെ പിടിച്ച് മജ്ലിസിൽ ഇരുത്തി കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും ബുദ്ധിമുട്ടിക്കണ്ട. ഉറങ്ങാത്ത കുട്ടികൾ മൊബൈൽ ഫോണിലൊക്കെ വെറുതെ കളിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ആരും ഇടങ്ങാറൊന്നും ആക്കണ്ട ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും ആമീൻ പറയാട്ടോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലി سيدنا محمد وعلى آله وأهل بيته وصحبه وسلم صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أرحم الراحمين آية الملك الجبار آية راج سيد آية رب آية الله ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹകൾ ഇഖ്ലാസ് മറ്റുള്ള അമലുകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അതിന്റെ കാമിലായ മിസ്ല സവാബ് ആദരവായ റസൂലുള്ളാഹിക്ക് കാണിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങള് സജ്ജനങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ. പലരുടെയും ഉമ്മമാര്, ഉപ്പമാര്, ബാപ്പമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, കൂടപ്പിറപ്പിങ്ങൾ, ഉമ്മ വഴിക്ക്, വാപ്പ വഴിക്ക്, ഭാര്യ വഴിക്ക്, ഭർത്താവ് വഴിക്ക് പലരും മരണപ്പെട്ട് ഖബറിലുണ്ട്. എല്ലാവരും ഖബറിലേക്കും ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാഹ്. ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, പലരും രോഗികളാണ്. രോഗങ്ങളെ കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ്. രോഗം നൽകിയത് നീയാണ് അല്ലാഹുവേ. നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. ആജിലായ ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. തമ്മായ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസറോ ട്യൂമറോ ബ്ലോക്കോ സ്ട്രോക്കോ ഷുഗറോ പ്രഷറോ അതുപോലെയുള്ള രോഗങ്ങളോ ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കോ ഹാർട്ടിനോ വാൾവിനോ ലങ്സിനോ ഡിസ്കിനോ തകരാറ് നൽകല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, ജീവിക്കുന്നത് എത്ര കാലമാണോ അത്ര കാലം ഇസ്സത്ത് നൽകണേ അല്ലാഹ്. വേറൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളിൽ ഒത്തൊരുമയും സ്നേഹവും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് റബ്ബുനല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിൽ നല്ല സ്നേഹം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. നീ തന്ന മക്കളെ നല്ല നിലക്ക് വളർത്താനും ഉയർത്താനും ഭൗതിക ആത്മീയ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കാനും നല്ല ചിട്ടയുള്ള മക്കളാക്കി വളർത്താനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഓർമ്മശക്തിയുള്ള, ബുദ്ധിശക്തിയുള്ള, പഠിക്കാൻ നല്ല കഴിവുള്ള, മനസ്സിലാകുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ സിഹറിൽ നിന്നും ഐനിൽ നിന്നും എല്ലാ മക്കറിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ നൂറുൽ ഹുദാ മജ്ലിസിൽ ആര് എന്ത് ഉദ്ദേശത്തോടെ വരുന്നുവോ എല്ലാവരുടെ സദുദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. അതുപോലെ പടച്ച റബ്ബേ, പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഖൈറായ ഉദ്ദേശങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റണേ അല്ലാഹ്. എല്ലാവരുടെ കാര്യങ്ങളും ഫത്ഹാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. إن شاء الله തൊട്ടപ്പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് തിരിച്ചു വെക്കും ക്യാമറ. നിങ്ങളത് ശ്രദ്ധിക്കുക, എന്താണോ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക. നാളെ 8:45 മജ്ലിസ് തുടങ്ങും. എന്തായാലും അതിലെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രായമായവർ, ചെറിയ മക്കൾ, ഇവരാരും മജ്ലിസിൽ പിടിച്ചിരുത്താതെ നേരത്തെ കിടത്തി ഉറക്കുക. സ്കൂള്, മദർസ് കാര്യങ്ങൾ, അതുപോലെ എല്ലാ മക്കളെ നല്ല ശ്രദ്ധിക്കുക. ഫുട്ബോൾ കളി പുറത്ത് കാണാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഏട്ടന്മാരെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. അവിടെ പോയിരുന്ന് തെറി പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പിരിറ്റ് ഉണ്ടാവില്ലേ, കളി നടക്കുകയാണ്, അപ്പൊ അവിടെ തെറി പറയുന്ന അങ്ങനത്തെ ഒരു മോശപ്പെട്ട സമ്പ്രദായം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്കൊക്കെ ഖൈർ നൽകട്ടെ, അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.
നിങ്ങളെല്ലാവരും ക്ലാസ് നല്ലതുപോലെ കാണുക. ക്ലാസ് എടുക്കുന്നത് അയ്യൂബ് മൗലവി ഉസ്താദ് ഇൻഷാ അല്ലാഹ്. അതില്ലേ മറ്റേ സാധനം കുത്തണ്ടേ? അത് കുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹമുള്ള വിശ്വാസികളെ, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ നമ്മൾ 3 വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ വചനം മാലികി യൗമിദ്ദീൻ എന്നാണ്. അതിങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ ഖുർആനിലുള്ളത് പോലെ എഴുതാം. മാലികി യൗമിദ്ദീൻ. യൗമിദ്ദീൻ സുക്കൂൻ ഇട്ടിട്ടാണ് എഴുതുന്നത്. മാലിക് എന്ന് മലയാളത്തിൽ തന്നെ എന്താ മാലികി മാലികി. തീരെ അറിയാത്ത ആളുകൾക്ക് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മാലികി. ഈ ഖുർആനില് മാലിക് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ മാലിക്കി എന്ന് എഴുതും. പക്ഷെ ഖുർആനിന്റെ ഈ ഒരു ശൈലി അനുസരിച്ച് ഇതിനെ ഇതുമൊക്കെ മുട്ടിച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ അലിഫ് ഉണ്ടോ? അപ്പൊ മാലിക്കി. ഇത് മലിക്കിന്നും വായിക്കാം, മലിക്കിന്നും വായിക്കാം. മാ നീട്ടിയിട്ട് മാലിക്കി. ഇത് രണ്ടും ഖുർആനിൽ ഒത്തുള്ളതാണ്. ഖുർആൻ മനസ്സിലാക്കാത്ത ചില ഖുർആൻ വിമർശകര് ഖുർആനിൽ മാലിക്കി ഓതാ, ചില സ്ഥലത്ത് ഓതുന്നുണ്ട്, ചിലത്ത് മലിക്കി. ഇതിൽ ഏതാ ശരി? ഇതെങ്ങനെ പടച്ചോന്റെ വചനാകുക? ചിലര് മലിക്കി യൗമിദ്ദീൻ ഓതുന്നു, വേറെ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ മാലിക്കി യൗമിദ്ദീൻ ഓതുന്നു. ഇത് രണ്ടും അള്ളാന്റെ കലാമാകുമോ, അതിൽ ഏതെങ്കിലും ഒന്നാണോ ശരി എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തില് അറിയാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും ശരിയാണ്. താർത്തം ബിഹാദ വതാർത്തം ബിഹാദ. നബി ചില സന്ദർഭങ്ങളിൽ മലിക്കി യൗമിദ്ദീൻ എന്നോതും, വേറെ ചില സന്ദർഭങ്ങളിൽ മാലിക്കി യൗമിദ്ദീൻ എന്നും പറയും.
ഇതിലുള്ള അക്ഷരങ്ങൾ മാലിക്ക് യൗമിദ്ദീൻ എന്ന് മലയാളത്തിൽ തന്നെ ഞാൻ എഴുതാം കേട്ടോ. ഇനി അങ്ങനെ വിഷമമുള്ളവർക്ക് യൗമ് എന്താ യൗ, അപ്പോൾ അത് അറബിയിൽ യൗ മി യൗമി ദീൻ യൗമിദ്ദീൻ ദ് ദീ യൗമിദ്ദീ കട്ടിയിൽ കൊടുക്കുമ്പോൾ ദീ യൗമിദ്ദീ. പിന്നെ എന്നാണ് യൗമിദ്ദീൻ, ഒരു അലിഫ്ലാം ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണ്. യൗമിദ്ദീൻ. മാലികി യൗമി ദീൻ, ഈ അലിഫും ലാമും അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് സംശയായ അക്ഷരമായതുകൊണ്ട് ലാം ഉച്ചരിക്കാൻ കഴിയില്ല. അലിഫ് പിന്നെ നടുക്ക് വരുമ്പോൾ അലിഫും പറയാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് ആ മലയാള വാക്ക് ഉപേക്ഷിച്ചതാണ്. മാലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയല്ലോ 5 തവണ. അള്ളാന്റെ നാമം ഇതിൽ ഏതാണ്? മലിക് എന്നാണോ മാലിക് എന്നാണോ? അസ്മാഉൽ ഹുസ്നയില് മാലിക് എന്നാണോ മലിക് എന്നാണോ? ഖുർആനില് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. മലിക്കിന്നാസ് എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഹസറില് അൽ മലിക്കിൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ്? മലിക് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് മലിക് എന്നാണുള്ളത്. മാലിക് ഉപയോഗിച്ചത് സൂറത്തു ആലിമ്രാനില് മാലിക്കൽ മുൽക്ക് എന്നുണ്ട്. മാലിക്കൽ മുൽക്ക്. പിന്നെ സൂറത്തുൽ ഫാത്തിഹയില് മാലിക് അവിടെയും ഉണ്ട്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയില് മലിക്കും ഓത മാലിക്കും ഓത രണ്ടിനും തെളിവ് ഖുർആനിൽ തന്നെ 2 വാക്കുണ്ട്. മലീഖ് എന്നും ഖുർആനിലുണ്ട്. മലീഖ് ഫഈൽ വസനും ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ പോട്ടെ. മലിക് എന്നത് ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് പോവാം, പഠനത്തിലേക്ക്. ഈ മലിക്, ആദ്യം മലിക്ക ചർച്ച ചെയ്യണം. മലിക് നമ്മൾ അങ്ങനെ ഓതണം കേട്ടോ. ഇടക്ക് മാലിക്ക് ഓതിയിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് മലിക്ക് ഓതി ആ മൗലിക്ക് അന്തല്ല, അവിടെ മാലിക്ക് എന്ന് ഓതേണ്ടടുത്ത് മലിക്ക് എന്ന് ഓതി എന്ന് ചില ആളുകൾ ആക്ഷേപം പറയുന്നത് കേട്ടിട്ടുണ്ട്. മലിക് എന്നത് മുൽക്കിൽ നിന്നുള്ളതാണ്. മുൽക്ക് അധികാരം, രാജാധികാരം. അള്ളാഹു ഏറ്റവും എല്ലാ സുൽത്താൻമാരുടെയും മേലെ അള്ളാഹുവിന്റെ അധികാരമാണ്. അവൻ മാലിക്കൽ മുൽക്കും കൂടിയാണ്. എല്ലാ അധികാരികളുടെയും ഉടമസ്ഥനാണ്. അപ്പോ മലിക് എന്ന് പറഞ്ഞത് മുൽക്ക് അധികാരം. ഈ രാജാധികാരം, രാജാവ് എന്നൊക്കെ മനുഷ്യന്മാരെ പറ്റി പറഞ്ഞിട്ട് തേയ്മാനം വന്ന ഒരു വാക്കാണ്. രാജാധികാരം, അതിൽ നിന്നാണ് മലിക് ഉണ്ടാകുന്നത്. മാലിക് എന്ന വാക്ക് മാലിക് അത് മിൽക്കുന്നുണ്ടാവുന്നതാണ്. മിൽക്ക് എന്നാണ് മാലിക് ഉണ്ടാവുന്നത്. ഉടമസ്ഥൻ എന്നാണ് മാലിക്. മലിക് രാജാധിരാജൻ എന്നാണ്. ഞാൻ പറഞ്ഞത് മലിക് എന്ന് പറഞ്ഞ മുൽക്ക് അധികാരം എന്നതിൽ നിന്നുണ്ടായതാണ്. മാലിക് എന്ന് പറഞ്ഞ മിൽക്ക് എന്നുണ്ടായതാണ്, ഉടമസ്ഥൻ, ഒരാളുടെ. ഇപ്പൊ സ്വാഹിബ്, ഇതിന്റെ അർത്ഥം അറബിൽ തന്നെ പറഞ്ഞാൽ സ്വാഹിബുൽ മുൽക്ക്, സ്വാഹിബുൽ മുൽക്ക് അധികാരത്തിന്റെ ഉടമസ്ഥനാണ്. മറ്റത് സ്വാഹിബു മാലിക്, സ്വാഹിബുൽ മാലിക്, സ്വാഹിബുൽ മാലിക്, സ്വാഹിബുൽ മാലിക്. ഇത് രണ്ടുമാണ്. അപ്പൊ നമുക്കതാ മലിക് എന്നത് ഖുർആനില് അള്ളാഹ് ചോദിക്കുന്നുണ്ട് ലിമനിൽ മുൽക്കുൽ യൗം,
ഈ ദിവസത്തിന്റെ അധികാരം ആർക്കാണ്? മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. അതിൽ ഐനൽ ഫിർഔൻ, ഫറോവമാരെവിടെ? ഐന ഹാമാൻ, ഹാമാൻ എവിടെ? ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു ചോദിക്കും. അന്ന് ആർക്കും വർത്താനമാനം കഴിയില്ല, മിണ്ടാണ്ട് നിൽക്കുകയാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഈ ദിവസത്തിന്റെ അധികാരം, അതിന്റെ രാജാധികാരം, അതിന്റെ സുൽത്താൻ ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും പറയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ് എല്ലാവരും ഉത്തരം പറയാ. അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ ഇനി അടുത്തത് മലിക് മാറ്റിട്ട് മാലിക്കാക്കിയാലോ? ഉടമസ്ഥൻ. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനും അള്ളാഹുവാണ്. നമ്മുടെ ഓരോ വസ്തുവിന്റെയും യഥാർത്ഥത്തിൽ ഉടമ അള്ളാഹുവാണ്. നമ്മുടെ കണ്ണ് നമ്മൾ ജനിക്കുമ്പോ തന്നെ ഉണ്ട്. നമ്മുടെ ഓരോരോരോ അവയവവും ജനിക്കുമ്പോ തന്നെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വായുണ്ട്, ഓക്സിജൻ ഉണ്ട്. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. മാലിക്, അവനാണ് മാലിക്. യൗം, ഈ മാലിക് ഞാൻ എഴുതി തളഞ്ഞും. അൽ മാലിക് യൗമിദ്ദീൻ. യൗം എന്ന് പറഞ്ഞ ദിവസം എന്നാണ്. നമ്മൾ ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനാണ്. ആ ദിവസത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. സൂര്യനൊന്നും ഇല്ലാത്ത ഒരു ദിവസമുണ്ട്, മഹ്ശറിലുള്ള ഒരു ദിവസം. ആ ദിവസമാണ് യൗം, ദിവസം. മാലിക് യൗമിദ്ദീൻ, ദീൻ. യൗമിദ്ദീൻ, ദീൻ. നമ്മള് ദീനുൻ ആണ് കേട്ടോ. ദീനുൻ, ദീനുൻ. അതിന്റെ തലക്ക് അൽ എന്ന അക്ഷരം ചേർത്തതാണ്. അപ്പോ അദ്ദീനു എന്നാവും. അദ്ദീനു, അദ്ദീനു എന്നാവും. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താന്ന് വെച്ചാല് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. ഇത് ഇപ്പൊ ഈ അക്ഷരങ്ങൾക്ക് അറിയാലോ, മലയാളത്തില് നമ്മള് ഇങ്ങനെ ഇട്ട ദീൻ കട്ടിയായതുകൊണ്ട് ഒന്നുകൂടി ദീനായി. ആ വാക്ക് ധാന യദീനു, യദീനു, ദീന്. ഇതാണ് വാക്ക് ദാന യദീനു, ദീന്. അതിന്റെ അർത്ഥം മാ നദീനുല്ലാഹബി എന്നാണ്. മാ നദീനുല്ലാഹബി എന്ന് പറഞ്ഞാല് ധാന എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാണ്. ത്വാഅത്ത് എന്നാണ്. വഴിപ്പെട്ടു, കീഴ്പ്പെട്ടു, അനുസരിച്ചു എന്നൊക്കെയാണ്. ത്വാഅത്താണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സകലമാന കാര്യങ്ങളും ആർക്കാണ് കീഴ്പ്പെടേണ്ടത്? വഴിപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ആ നിയമങ്ങൾക്കാണ് ദീൻ എന്ന് പറയാം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടു നിൽക്കുക, അതാണ് മാ നദീനുല്ലാഹബി എന്ന് പറയുന്നത്. മാ നദീനുല്ലാഹബി, ഇതാണ് അതിന്റെ അർത്ഥം. മാ നദീനുല്ലാഹബി, നദീനുല്ലാഹബിഹി. ഇതാണ് ദീനിന്റെ ഒരർത്ഥം. വേറൊരർത്ഥമുണ്ട്. അദാന യുദീനു, അദാന യുദീനു. ആ അർത്ഥത്തിൽ ഉപയോഗിക്കും. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോ എന്താ വരിക? മായുദാനു ബിഹി, മായുദാനു. ഇതിങ്ങനെ അറബി ഇങ്ങനെ കേട്ടാൽ മതി കേട്ടോ. കുറെ കഴിയുമ്പോ അറബി പഠിച്ചോളും. ഇപ്പൊ എന്തൊക്കെ ഇയാൾ തിരിയാത്ത പറയണെന്ന് വിചാരിക്കണ്ട. കുറെ കഴിയുമ്പോ അങ്ങ് പഠിയലാണ്. മായുദാനു ബിഹി,
അൽ അബ്ദു യൗമൽ ഖിയാമ യൗമൽ ഖിയാമ യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ വിചാരണക്ക് വിധേയമാക്കുന്ന കാര്യങ്ങൾക്കാണ് ദീൻ എന്ന് പറയാ. മാ യുദാനു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ. ഒരു മനുഷ്യന്റെ ചാർട്ട് ഷീറ്റാണ്, ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്നത് ശരി, ഇന്നത് തെറ്റ്, ഇന്നയാള്, അതിനൊരു നിയമം ഉണ്ടാവുമല്ലോ. ആ നിയമങ്ങൾക്കാണ് ദീൻ എന്ന് പറയാം. അപ്പൊ ദീനിന് രണ്ട് പറഞ്ഞു. ഒന്ന് മാ നദീനുല്ലാഹബി, ഒരു മനുഷ്യൻ ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിനെ സദാസമയം വഴിപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ദീൻ എന്ന് പറയാ. മറ്റു മരിച്ചു കഴിഞ്ഞിട്ട് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം കൊണ്ട് നീ സ്വർഗത്തിൽ, ഇന്ന കാര്യം കൊണ്ട് നീ അധർമ്മത്തിൽ, പിന്നെ നരകത്തിൽ എന്ന് പറയുന്ന ചാർട്ട് ഷീറ്റ് ഉണ്ടല്ലോ, അതിനാണ് അധാന ചുമത്തുന്നതിനാണ്. ഒരാൾ ചാർട്ട് ഷീറ്റ് ചുമത്തുന്നതിനാണ് മാ യുദാനു ബിഹി അൽ അബ്ദ്. ഒരു മനുഷ്യന്റെ ഖിയാമത്ത് നാൾ ഒരു മനുഷ്യന്റെ ചാർട്ട് ഷീറ്റിനാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും പരിഭാഷയിൽ കിട്ടൂല. അതാ ഇതിന്റെ ഒരു കുഴപ്പം. പരിഭാഷയിൽ ആകെ കൊടുക്കുന്നതെന്നറിയോ? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. ഈ ദീനിന് എവിടുന്ന ആ പ്രതിഫലം എന്ന് കിട്ടിയത്? ഇങ്ങനെ വരുന്നോണ്ടാണ്. സ്വർഗമോ നരകമോ ഏതാണോ പ്രതിഫലം, അതിന് ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ടേ പരിഭാഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഇതൊക്കെ കൂടി മലയാളത്തിൽപ്പെടുത്താൻ കഴിയില്ല. മാലിക്, ഉടമസ്ഥൻ. അവിടെ മലിക് എന്നാണ് അധിക ഖിറാഅത്തുള്ളത്. നമ്മൾ ഇവിടെ കേരളത്തിൽ മാത്രമാണ് മാലിക് യൗമിദ്ദീൻ. ഇപ്പൊ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് നോക്കൂ, അവിടെ ഇമാമ് അധികം ഓതുക മലിക് യൗമിദ്ദീൻ. മലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മാമൂമ്മളെ കന്തം വിട്ടു വെക്കും കേരളക്കാര്. ഖുർആൻ രണ്ടെണ്ണം ഉണ്ടോ? നമ്മൾ കേരളത്തിൽ നിന്ന് പഠിച്ചത് മാലിക് യൗമിദ്ദീൻ ആണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ മലിക് യൗമിദ്ദീൻ ആണ്. രണ്ടും ശരിയാണ്. അതാണ് ഖുർആനിന്റെ ഒരു അജയ്യത. രണ്ടും എഴുതാൻ ഒരുപോലെ എഴുതുക. ഇതാണോ? ഇത് രണ്ടും ഒരുപോലെ. ഇങ്ങനെ ഇട്ടാൽ മാലിക്കിന്ന് വായിക്കും, ഇങ്ങനെ ചെരിച്ചിട്ടാൽ മലിക്കിന്ന് വായിക്കും. ഖുർആനിലെ എഴുത്തിന് തെറ്റൊന്നുമില്ല. ഇങ്ങനെ ഇട്ടാ മലിക്കിന്നാണ്, ഇങ്ങനെ ഇട്ടാ മാ എന്നാണ്. മാലിക് യൗമിദ്ദീൻ. അപ്പോ ഞാൻ അത് അധികം വിശദീകരിക്കേണ്ടെന്ന് പിന്നെ നിങ്ങൾ ക്ലാസ്സിലുള്ളവർ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. മാലിക് യൗമിദ്ദീൻ. മാലിക് എന്നും വായിക്കാം, മലിക് എന്നും വായിക്കാം. രണ്ടിനും ഖുർആനിൽ തെളിവുണ്ട്. യൗം എന്ന ദിവസം ഖുർആനിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 50 യൗമ എന്ന് പറയുന്നുണ്ട്. വേറെ സ്ഥലത്ത് അൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ കാണുന്ന ദിവസമായിരിക്കില്ല അത്. രണ്ട് ദീന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെ നേരെ മുകളിലത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിന്റെ മുകളിലുള്ള ആയത്ത് ഏതാ? അർ റഹ്മാനി റഹീം എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇസ്മത്തു മിൻ കുല്ലി ഷർ, എല്ലാ തിന്മയിൽ നിന്നുമുള്ള കാവൽ ചോദിക്കലാണ്. ഒരാള് അർ റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ എല്ലാ തിന്മയിൽ നിന്നുള്ള ഒരു സംരക്ഷണം ചോദിക്കലാണ് ഒന്ന്. മറ്റൊരാശയം എന്താണ്? എല്ലാ നന്മയും ഉദവി ഉണ്ടാവണം എന്നാണ്. അത്തൗഫീഖ് വേണം. എന്തിന്? മിൻ കുല്ലി ഖൈർ, എല്ലാ നന്മക്കും ഉദവി ഉണ്ടാവണം. അതിനുള്ള ഒരു കഴിവുണ്ടാവണം, ഒരു റുഷുദ് ഉണ്ടാവണം. ഇതാണ് ആ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന സിഫത്ത് പിന്നെ ലാസിമായ സിഫത്താണ്, റഹീം മുതഅദ്ദിയായ സിഫത്താണെന്നാണ് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്. അത് ഈ അർത്ഥത്തിലാണ്. അതിന്റെ മുകളില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഖുർആനിൽ 4 സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഖുർആനിൽ 4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? നിങ്ങൾ 4 എന്തിനാ നമ്മൾ അൽഹംദു പറയുന്നത്? ഒന്ന്,
അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയാ. മറ്റൊന്ന് അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളും അവന്റെ മഹത്വവും ഉദ്ഘോഷിക്കാനാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അപ്പൊ മലക്കൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടല്ലോ. സ്വർഗത്തിലെത്തിയിട്ട് ദഅവാഹും ഫീഹാ സുബ്ഹാനക് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആനില് സ്വർഗവാസികൾ സ്വർഗം കിട്ടിയതിന് ശേഷം പറയുന്നുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു ഗാഫിറില് 64, 65, 66 വചനങ്ങളിൽ 64 അവസാനിക്കുന്നത് റബ്ബുൽ ആലമീൻ, 66 അവസാനിക്കുന്നത് റബ്ബുൽ ആലമീൻ കൊണ്ടാ, 65 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പൊ 4 സ്ഥലങ്ങളിൽ അൽഹംദു വരുന്നുണ്ട്. ആ വരുന്ന സന്ദർഭങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മുൻനിർത്തിയിട്ടാണ്. അതുകൊണ്ടാണ് ഒരിക്കല് അഫ്ളലു ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആർക്കും തർക്കല്ല. അഫ്ളലു ദുആ ഏതാ? അഫ്ളലു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അഫ്ളലു ദുആ. അവിടെ എന്താ ദുആ? ദുആ എന്ന് പറയുമ്പോഴേ ഇതാണല്ലോ ദുആ. ദുആ 2 എണ്ണം ഉണ്ട്. ഒന്ന് തഅബ്ബുദി, തഅബ്ബുദ്. മറ്റൊന്ന് മസ്അല. എന്തെങ്കിലും ആവശ്യം വെച്ചിട്ട് ചോദിക്കുമ്പോ പണ്ടോ പടച്ചോനെ സ്വർഗം കൊണ്ട, പടച്ചോനെ എന്റെ ദോഷം പുറത്തു കൊണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ സുആല് വെച്ചിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ദുആ മസ്അല, ദുആ തഅബ്ബുദ്. മലക്കൾ ഇപ്പൊ എന്തേക്കാരും ചോദിച്ചിട്ടുണ്ടാവുക? സ്വർഗന്റെ അവസാനത്തെ നിയമത്ത് സ്വർഗം കിട്ടി, സ്വർഗത്തിന്റെ ആളുകൾ പിന്നെ ദുആ ചെയ്യുന്നു പറയുന്നുണ്ട്. ആ ദുആ ഏതാണ്? തഅബ്ബുദി. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ തഅബ്ബുദിയായ പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹ് എല്ലാ സ്തോത്രവും അല്ലാഹ് നിനക്കാണ് എന്ന് പറഞ്ഞാൽ നിന്റെ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ മുൻനിർത്തിയിട്ടാവാം. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല. അവന്റെ അസ്മാഉൽ ഹുസ്നയെ അതിന്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്. അപ്പോഴോ അത് തഅബ്ബുദിയാണ്. 2 തരം ദുആ ഉണ്ട്. അതല്ല നമ്മൾ വിഷയമല്ല, അറിയാണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. അഫ്ളലു ദുആ അൽഹംദുലില്ലാഹ്. സ്വർഗാവകാശികൾ സ്വർഗം കിട്ടിയാൽ അവിടെ പറയാം ദഅവാഹും, അവരുടെ അവസാനത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് നിർത്തി കേട്ടോ. നമുക്ക് വെറുതെ കുറെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചില ആളുകൾക്ക് പ്രയാസം വരുന്നുണ്ട്. അവിടെ അൽഹംദുലില്ലാഹ് എങ്ങനെ എഴുതുക? അൽഹംദു ലില്ലാഹി. അൽഹംദുലില്ലാഹി ആയി പോലുണ്ട് ചിലര് പറഞ്ഞിട്ട്. അത് അറബിയിൽ എഴുതുമ്പോ ആന്ന് കണ്ടോ, ഇത് ആ തുടക്കത്തിൽ ഇതിന്റെ മുകളിൽ സ്വാദാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അൽഹംദു. അത് നമ്മൾ തുടക്കത്തിൽ ഒന്നുകൊണ്ട് വായിച്ചോണ്ട് ഇത് ഹ എന്നാണ്. മലയാളത്തിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ വേറെ ഈ ഹ ഇട്ടത് കെട്ടുള്ളത്. അത് കെട്ടല്ല, ഇത് കെട്ടില്ലാത്തതാണ്. ഹംദു, ഹംദു ലില്ലാഹ്, ലില്ലാഹി, ലില്ലാഹി. അപ്പൊ അത് കൂട്ടി എഴുതുമ്പോ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലില്ലാഹി, അൽഹംദുലില്ലാഹി ആയി പോലുണ്ട്. രി എന്നൊരു അക്ഷരായിട്ട് പോലുണ്ട് ചിലത്. അൽഹംദുലില്ലാ രി അല്ല, അരി. ആ അരിയല്ല, ലില്ലയാണ്. അൽഹംദുലില്ലാഹി റബ്ബി. ആരാ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബ് ഇതിപ്പം അറിയാത്തവരാരും ഉണ്ടാവില്ല. റബ്ബി ഇങ്ങനെയാണ് എഴുതുക. റബ്ബി മലയാളത്തില്. റബ്ബ്. മൂസാ നബി ഫറോവന്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആ റബ്ബിനെ ആരാധിക്കണം എന്ന് പറയുമ്പോ ഏതാ ഈ റബ്ബ്? വമാ റബ്ബ്, ഏതാ നിങ്ങളെ റബ്ബ്? മൂസാ നബി പറയണം എന്താ അറിയോ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സംവിധാനിച്ചവനാരോ അവനാണ് റബ്ബ്.
ഫറോൻ ചോദിക്കുന്നുണ്ട് വമാ റബ്ബുൽ ആലമീൻ, ഏതാങ്ങളെ റബ്ബുൽ ആലമീൻ ചോദിക്കുമ്പോ മൂസാ നബി കൊടുക്കുന്നത് ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവൻ ആരോ അവനാണ് അല്ലാഹു എന്നാണ് പറയുന്നത്. മൂസാ നബി പറഞ്ഞത് കാല റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ ആണ്. നീ മൂഖിനീൻ എന്ന് പറഞ്ഞാൽ നീ അചഞ്ചലമായി വിശ്വസിക്കുന്നവനാണെങ്കിൽ മനസ്സിലാക്ക്, ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളും മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്നവൻ അവനാണ് ഞങ്ങളെ റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ. അപ്പോ ആലമീൻ, നീ ആലമീൻ ഉണ്ടോ? ആലമീൻ, ആലമീൻ, ഇത് അറബിയില് പിന്നെ ആല മീൻ, ഇത് മലയാളത്തിൽ ഇല്ല. ആലമീൻ ആണ്. ആലമീൻ തെറ്റാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എഴുതിയാണ് ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ജിന്ന്, ഇൻസ് എല്ലാം പെടും അതില്. ആലം ഇപ്പൊ നമ്മൾ ഇതുവരെ ഇപ്പൊ പറഞ്ഞത് ബിസ്മില്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞു, അർറഹ്മാൻ പറഞ്ഞു, മാലിക്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഇയ്യാക്കിലേക്ക് വരാം. നമ്മൾ പരമാവധി വിശദീകരണങ്ങൾ ചുരുക്കിയിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പിന്നെന്താ വാട്സപ്പിലാ ക്ലാസ് ഉണ്ടാവല്. ഇന്നിപ്പോ അങ്ങനെ ആയതുകൊണ്ട് വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദ് ഉണ്ടാവില്ല ഇവിടെ? നാളെ വാട്സപ്പില് പറയും. വാട്സപ്പിൽ ഖുർആൻ ക്ലാസ്സിൽ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്പർ കൊടുത്തിട്ടുണ്ട് 99 61 83 31 16. ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആൻ ക്ലാസ് ഇതുപോലെ ഓരോ വാക്കിൻ്റെയോ അർത്ഥം എല്ലാം വിശദീകരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. കേൾക്കുക. നമ്മൾ എത്ര ആളുകളുടെ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നുണ്ട് അല്ലേ? സിനിമ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് സിമ്പിളായിരുന്നു കാണുന്നുണ്ട്. ഇത് പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാണ്. നിങ്ങൾ കേൾക്കി, നിങ്ങൾ ഖുർആനാണല്ലോ വേറെ ഒന്നുമല്ല, ഖുർആനാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ തുടങ്ങും. സരളമായിട്ടാണ് ഉസ്താദിന്റെ ലെവലിൽ വെച്ച് പറഞ്ഞാൽ നമുക്കൊന്നും തിരിയൂല. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അല്ലേ താഴത്ത് ഇറങ്ങി വന്നിട്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.